ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, ഞാനൊരിക്കൽ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ തന്നെയാണ്. അനങ്ങുന്നില്ല സഹാബികളെ, പ്രവാചകരാ സുജൂദിൽ നിന്ന് ചലിക്കുന്നില്ല, സുജൂദിൽ തന്നെയാണ്. എത്ര സമയം കൊണ്ട് ഞാൻ നോക്കിയിരിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ നിന്നും എഴുന്നേറ്റിരുന്നെങ്കിലല്ല എന്ന് ഞാൻ കൊതിച്ചുപോയി, ഞാൻ പേടിച്ചുപോയി, സഹാബത്തെ പേടിച്ചുപോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്നിട്ട് ഒരുപാട് നേരമായിരിക്കുകയാ. അവസാനം ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേറ്റപ്പോ ഞാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് എന്നിട്ട് ചോദിച്ചു, നബിയേ, എന്തിനാണ് റസൂലേ അങ്ങ് ഇത്രത്തോളം സമയം ചെലവഴിച്ചത് സുജൂദിൽ കിടന്നത്? നബിയേ, എന്തിനാണ് ഇത്രയും സമയമെടുത്ത് സുജൂദ് ചെയ്തതെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അശ്രുഗണങ്ങൾ ഒഴുക്കിയിട്ട് പ്രിയപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അബൂ ഹുറൈറ, എനിക്ക് അല്ലാഹു ഒരു സന്തോഷ വാർത്ത പറഞ്ഞതുകൊണ്ടാണ് അബൂ ഹുറൈറ. ഇത് ശുക്റിന്റെ സുജൂദായിരുന്നു, ഇത് നന്ദിയുടെ സുജൂദായിരുന്നു. എനിക്കുണ്ടായ സന്തോഷം കൊണ്ട് അല്ലാഹുവിന് ഞാൻ നന്ദി കാണിച്ച സുജൂദായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, അങ്ങേക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടായ വാർത്തയൊന്ന് പറഞ്ഞു തരുവോ? അങ്ങയുടെ മനസ്സിൽ ഇത്രയും വലിയ സന്തോഷമുണ്ടാകിയ വാർത്ത ഈ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ആരംഭ റസൂൽ പറയുകയാണ്, അറിയണേ അബൂ ഹുറൈറ, എന്റെ പ്രിയപ്പെട്ട ഉമ്മത്താരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയ മൻ സ്വല്ല അലയ്യ സ്വലാ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആണോ പെണ്ണോ എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് അല്ലാഹു 10 നന്മ നിർബന്ധമായും കൊടുക്കുമെന്ന് ജിബ്രീൽ എന്തെടുത്തു വന്ന് പറഞ്ഞു. നബിയേ, എന്തെടുത്തു വന്ന് പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, അത് ഉമ്മത്തിന് കിട്ടുന്ന ഗുണമല്ലേ, അത് ഉമ്മത്തിന് കിട്ടുന്ന ഗുണമല്ലേ, അതിനെന്തിനാണ് അങ്ങ് ഇത്രയും സുജൂദ് ചെയ്തത്? അത് ഉമ്മത്തിന് കിട്ടുന്ന ഗുണമല്ലേ? അങ്ങയുടെ പേരിൽ ഒരു സലാത്ത് ചെല്ലുമ്പോ ഉമ്മത്തിന് കിട്ടുന്നത് 10 നന്മയാ. പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്നവർക്ക് കിട്ടുന്നത് 10 നന്മയാ. നൗഷാദ് ബാക്കവിയുടെ ഹുബ്ബ് റസൂൽ തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ ഇടയിൽ ഇങ്ങനെ ആരംഭ റസൂല് നബി മുഹമ്മദ് മുസ്തഫ ഇത് പറയുമ്പോ അലമാലകളെ പോലെ അകലി വരുന്ന ഇരമ്പും ശബ്ദവുമായിട്ട് പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്ന പ്രിയപ്പെട്ട ജനസാഗരം ഒരുമിച്ചിരുന്നുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോ, ഒറ്റ പ്രാവശ്യം പറയുമ്പോ 10 നന്മ നിനക്ക് അല്ലാഹു തരുമെന്ന് പറഞ്ഞപ്പോ അതിന് പകരം നന്ദിയുടെ സുജൂദ് ചെയ്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയുടെ സുജൂദ് ചെയ്തു. എന്തിനെന്നറിയോ? എന്റെ ഉമ്മത്തിന് കിട്ടുന്ന ഗുണമുണ്ടല്ലോ, എന്റെ ഉമ്മത്തിന് കിട്ടുന്ന നേട്ടമുണ്ടല്ലോ, അതിലേറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്കൊരു നല്ല വീടുണ്ടായാ സന്തോഷിക്കുന്ന റസൂലാ, നിനക്ക് മക്കളുണ്ടായാ സന്തോഷിക്കുന്ന റസൂലാ. നിന്റെ മനസ്സൊന്ന് ഉരുകിപ്പോയോ, നിന്റെ മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞു പോയോ, മദീനയുടെ റൗള ശരീഫിൽ ആ കണ്ണീരിന്റെ ദുഃഖത്തിന്റെ പ്രയാസത്തിന്റെ പ്രതിധ്വനി അവിടെ എത്തുമെന്ന് ലോകത്തെ പഠിപ്പിച്ച നബിയെ മുഹമ്മദ് മുസ്തഫ. എന്ത് തിരിച്ചു കൊടുക്കും പട്ടാമ്പിക്കാരെ? ആ ഹുബ്ബ് റസൂലിന്റെ പകരം നിങ്ങൾ എന്ത് കൊടുക്കും? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ലോകത്ത് മുഴുവൻ എത്ര അളന്നാലും മതിവരാത്ത, എത്ര കണക്ക് കൂട്ടിയാലും മതിവരാത്ത പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ ആഴക്കടലിന് മാണിക്യ മുത്തുകൾ വിളമ്പിക്കൊടുത്താലും മതിവരാത്ത പ്രവാചക പ്രേമമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൽബിലുണ്ടാകേണ്ടത്. ഒരു ഉമ്മാക്ക് കൊടുക്കുന്ന പോലെയല്ല, ഒരു വാപ്പാക്ക് കൊടുക്കുന്ന പോലെയല്ല, മക്കൾക്ക് കൊടുക്കുന്ന പോലെയല്ല, ലോകത്താർക്കും കൊടുക്കുന്ന പോലെയല്ല. മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിങ്ങൾ സ്നേഹം കൊടുക്കേണ്ടത്.